വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ക്യാപ്സ്യൂൾ സീരീസ്. സോ മക്കളെ നമ്മൾ ഇന്ന് പ്ലസ് ടു മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, ടൈപ്സ് ഓഫ് റിലേഷൻസും ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസും. ഓക്കെ, സോ നമുക്ക് ഇനിയും തുടങ്ങാം, ടൈപ്സ് ഓഫ് റിലേഷനിൽ തുടങ്ങാം. സോ ടൈപ്സ് ഓഫ് റിലേഷൻസ് ടോട്ടലി മൂന്ന് ടൈപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസിറ്റീവ്, സെക്കൻഡ് വൺ ഈസ് സിമ്മട്രിക്, തേർഡ് വൺ ഈസ് റിഫ്ലെക്സീവ്. സോ മൂന്നെണ്ണം ഉണ്ട്, റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. അപ്പൊ ഓരോന്നും എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വണ് റിഫ്ലെക്സീവ്. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമുക്കറിയാം, ഒരു റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡേർഡ് പെയറാ, രണ്ടാൾക്കാരുണ്ടാവും. സോ റിഫ്ലെക്സീവ് ആണെങ്കിൽ അതിൽ ഓരോ ആൾക്കാർക്കും അയാളോട് തന്നെ ബന്ധം വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ എ കോമ എ എലമെന്റ് ഓഫ് ആർ. അപ്പൊ ഇത്രയുള്ള റിഫ്ലെക്സീവ്, ആ റിലേഷനിലെ ഓരോ എലമെന്റിനും അതിനോടൊരു ബന്ധം വേണം. ഓക്കെ, ദെൻ അടുത്തത് സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷനിൽ ഓർഡേർഡ് പെയർ എ കോമ ബി ഉണ്ടെങ്കിൽ, ഓർഡേർഡ് പെയർ എന്തുണ്ടെങ്കിൽ എ കോമ ബി ഉണ്ടെങ്കിൽ നേരെ അതിന്റെ തല തിരിച്ച് എന്ത് വരണം, ബി കോമ എയും വരണം. സോ റിഫ്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ എ കോമ എ, സിമ്മട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ എ കോമ ബി ഉണ്ടെങ്കിൽ തിരിച്ചു നേരെ ബി കോമ എയും വേണം. ദെൻ തേർഡ് വൺ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓർഡേർഡ് പെയർ എ കോമ ബിയും ഇതിൽ രണ്ടാമത്തെ എലമെന്റ് ബി അല്ലേ, ബി വെച്ച് ഓർഡേർഡ് പെയർ ബി കോമ സി ഉണ്ടെങ്കിൽ നമുക്ക് നേരെ എന്ത് വരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ ആദ്യത്തെ ആളും ഫസ്റ്റ് ഓർഡേർഡ് പേരിലെ ആദ്യത്തെ ആളും സെക്കൻഡ് ഓർഡേർഡ് പേരിലെ രണ്ടാമത്തെ ആളും തമ്മിൽ റിലേഷൻ വേണം. അപ്പൊ ഇതിൽ ആദ്യത്തെ ആളാരാ എ, സെക്കൻഡ് ഓർഡേർഡ് പേരിൽ രണ്ടാമത്തെ ആളാരാ സി. അപ്പൊ എന്ത് വരണം, ഓർഡേർഡ് പേർ എ കോമ സി എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാം. സോ മൂന്ന് ടൈപ്പ്, റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് വെച്ചാൽ ഓർഡേർഡ് പേർ എ കോമ എ, സിമ്മട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എ, ട്രാൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എ കോമ ബിയും ബി കോമ സി ഉണ്ടെങ്കിൽ എ കോമ സി. സോ ഇങ്ങനെ മൂന്ന് ടൈപ്പ് റിലേഷൻ ആണുള്ളത്. ഈ മൂന്ന് ടൈപ്പ് റിലേഷനും ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ റിലേഷനെ നമ്മൾ ഈക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കും. സോ ഒരു ചോദ്യം ഈക്വാലൻസ് റിലേഷൻ ആണ് തെളിയിക്കാൻ പറഞ്ഞാൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് തെളിയിച്ചാൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, സോ നേരെ ചോദ്യത്തിലോട്ട് പോകും അല്ലെ. സോ ഫസ്റ്റ് നോക്കാം, കൺസിഡർ ദ റിലേഷൻ എന്ന് പറഞ്ഞ റിലേഷൻ തന്നിട്ടുണ്ട്. ഓർഡേർഡ് പെയർ 1,3, 1,1, 2,2, 3,3, 3,1 ഡിഫൈൻഡ് ഓൺ ദ സെറ്റ്. സെറ്റ് തന്നിരിക്കുന്നത് a equal to 1, 2,3. ഫസ്റ്റ് ചോദ്യം നോക്കി, ഒരു നല്ല ചോദ്യമാണ്. ഷോ ദാറ്റ് R is an equivalence relation. ഈ റിലേഷൻ എന്താ തെളിയിക്കണം, ഈക്വാലൻസ് റിലേഷൻ ആണ് തെളിയിക്കണം. ഓക്കെ, അപ്പൊ ഈക്വാലൻസ് റിലേഷൻ ആണ് തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ തെളിയിക്കണം, റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് തെളിയിക്കണം. അപ്പൊ ആദ്യം ഞാൻ റിഫ്ലെക്സീവ് ആണ് തെളിയിക്കാൻ പോവാം. റിഫ്ലെക്സീവ്, അപ്പൊ റിഫ്ലെക്സീവ് ആണ് തെളിയിക്കാനുള്ള ഐഡിയ എന്താ നമുക്കറിയാം അല്ലെ. എന്തായിരുന്നു, അതിലുള്ള ഓരോ ആൾക്കാർക്കും അതിനോട് ബന്ധമുണ്ടാവും. നോക്കാം, നമ്മുടെ സെറ്റ് 1 അല്ലേ, അപ്പൊ ഫസ്റ്റ് 1-1 ബന്ധം ഉണ്ടല്ലേ, ഇതേ കിടക്കും. അപ്പൊ ഓർഡേർഡ് പെയർ 1,1. അടുത്ത ആളാരാ 2 അല്ലേ, 2-2 ബന്ധം ഉണ്ടോ നോക്കി, ഓർഡേർഡ് പെയർ 2,2 ഉണ്ടല്ലേ. അടുത്ത ആരാ, ഓർഡേർഡ് പെയർ 2,2. ഓക്കെ, അടുത്ത എലമെന്റ് ആരാ 3. അപ്പൊ എന്തായിരുന്നു, ഓർഡേർഡ് പെയർ 3,3 അല്ലേ, 3,3 ഇതിലുണ്ടല്ലോ, ഇത് കിടക്കും. സോ ഇതിലുള്ള ഓരോ ആൾക്കാർക്കും അയാളോട് തന്നെ ബന്ധമുണ്ടായി. ദാറ്റ് എലമെന്റ് ഓഫ് ആർ, therefore the relation എന്താണ്, റിഫ്ലെക്സീവ് ആണ്. അടുത്ത എന്താ തെളിയിക്കണ്ടേ, സിമ്മട്രിക് അല്ലേ. എന്തായിരുന്നു സിമ്മട്രിക് ഞാൻ പറഞ്ഞത്, എ കോമ ബി ഉണ്ടെങ്കിൽ നേരെ തിരിച്ച് ബി കോമ എ വരുന്നു. അപ്പൊ എന്റെ മക്കൾ നോക്കിയാൽ ഇവിടെ 1,3 കണക്കുന്നുണ്ടോ, 1,3. അപ്പൊ 1,3 റിലേഷനിൽ ഉണ്ട് അല്ലെ. ദാറ്റ് ഇംപ്ലൈസ്, അതിനർത്ഥം എന്താ, ഇയാൾ നേരെ തിരിച്ചു വരണമെന്നല്ലേ. 1,3 തിരിച്ചു വന്നാൽ എന്താ, 3,1. 3,1 ഇതിൽ ഉണ്ടാന്ന് നോക്കിയത് ഏ കിടക്കുന്ന 3,1 അല്ലെ. അപ്പൊ 3,1 റിലേഷനിലുണ്ട്. Therefore the relation is എന്താണ്, സിമ്മട്രിക്. സോ റിഫ്ലെക്സീവ് ആണ് തെളിയിച്ചു, സിമ്മട്രിക് ആണ് തെളിയിച്ചു. അടുത്ത എന്താ തെളിയിക്കുന്നത്, ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഇത് ചിലർക്ക് സംശയം വരും, ട്രാൻസിറ്റീവ്. കാരണം ഇതിൽ ട്രാൻസിറ്റീവ് റിലേഷൻ കുറച്ചധികം ഉണ്ട്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം.
സോ അടുത്ത ട്രാൻസിറ്റീവ് ആണല്ലോ തെളിയിക്കണ്ടേ. അപ്പൊ ട്രാൻസിറ്റീവ് ആണ് തെളിയിക്കാൻ ഞാനിപ്പോ ആദ്യം 1,3 എടുത്ത് ഇത് ആ സെക്കൻഡ് എലമെന്റ് വെച്ച് അടുത്ത റിലേഷൻ ഉണ്ടാവും നോക്കിയേ. സെക്കൻഡ് എലമെന്റ് വെച്ച് 3,1 ഉണ്ട് അല്ലെ. അപ്പൊ 1,3 ഉണ്ട്, 3,1 ഉണ്ട്. ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരണം? ഇതിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും തമ്മിൽ റിലേഷൻ വേണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരണം? 1,1 വരണം. ഓൾറെഡി വേറെ 1,1 എലമെന്റ് ഓഫ് ആർ ആവണം. ഉണ്ടോ ഇതിൽ? ഇത് കിടക്കുന്ന 1,1. സോ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. നമുക്ക് ഒരു കാര്യം ആലോചിക്കണം, ഒരാൾ ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ശരിയാണെന്ന് കാണിക്കണം അല്ലെ. അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളൂ, പിന്നെയുണ്ട് കാണിക്കാൻ. ഇനി അടുത്ത എന്താന്ന് നോക്കി, അടുത്ത നോക്ക്. ഇതിലിപ്പോ അടുത്ത ഒരു 3,3 ഉണ്ട്. എന്തുണ്ട്? 3,3 ഇല്ലേ. അപ്പൊ 3,3 ഉണ്ട്. ഇതിൽ സെക്കൻഡ് എലമെന്റ് 3 അല്ലേ. 3 വെച്ച് അടുത്ത ആളുണ്ടാന്ന് നോക്കി. 3 വെച്ചത് 3 വെച്ച് 3,1 അടുത്തില്ലേ. 3,1 ഉണ്ട്. സെക്കൻഡ് എലമെന്റ് 3,1 ഉണ്ട്. ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരണം? ഇതിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും അല്ലെ. അപ്പൊ ഇതിൽ ആദ്യത്തെ ആളാരാ 3, ഇതിൽ അവസാനത്തെ ആളാരാ 1. അപ്പൊ എന്ത് വരണം? 3,1 വരണം. 3,1 ഇതിലുണ്ടോ? ഇത് കിടക്കുന്ന 3,1 ഉണ്ട്. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം. കുറെ പേർക്ക് കൺഫ്യൂഷൻ വരും, കാരണം എല്ലാവരും ഒരു എക്സാമ്പിൾ വെറുതെ കാണിക്കാറുള്ളൂ. ഞാനിങ്ങനെ കൂടുതലുള്ള കാണിക്കുന്നത് ഇങ്ങനത്തെയാണ് ഇപ്പൊ എക്സാമിന് ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത പറയും നോക്കി. ഇപ്പോ ഇതിലിപ്പോ 3,1 ഉണ്ടല്ലേ. 3,1 എടുത്തു ഞാൻ. ദെൻ 1 വെച്ച് റിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലേ. ഏതാ? 1,1 ഇല്ലേ. സെക്കൻഡ് എലമെന്റ് വെച്ച് റിലേഷൻ മതി, അത്രേ ഉള്ളൂ. ഇതിലെ സെക്കൻഡ് എലമെന്റ് 1 വെച്ചിട്ടുണ്ട്. 1,1 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വരണം? 3,1 വരണം അല്ലെ. ഇതിൽ 3,1 ഉണ്ടാന്ന് നോക്ക്. ഇതിൽ 3,1 ഇല്ലേ? ഉണ്ട്. 3,1 ഉണ്ട്. ഇത് നോക്ക് 3,1. സോ അത് എലമെന്റ് ഓഫ് ആർ ആണ്. ഓക്കെ, ദെൻ ഇനി വേറെ ഏതെങ്കിലും പറ്റുമോ നോക്ക്. വേറെ ഏതെങ്കിലും ഒരെണ്ണം കൂടിയും പറ്റും. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കട്ടെ. ഇപ്പൊ ഞാൻ 3 എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഓരോ വരുമ്പോൾ കൂടി ഇതുപോലെ ട്രാൻസിറ്റീവ് എഴുതാൻ പറ്റും. അങ്ങനെ 3 എഴുതി കഴിഞ്ഞാൽ ഈ തന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവും, സിമ്മട്രിക് ആവും, ട്രാൻസിറ്റീവ് ആവും. therefore the relation is an എന്തെന്ന് പറയാം? ഈക്വാലൻസ് റിലേഷൻ. ഇപ്പൊ എല്ലാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു 2 എണ്ണെങ്കിലും എഴുതി കാണിക്കാം. ഓക്കെ, പക്കല്ലേ, സെറ്റ് അല്ലേ. ദെൻ ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കി. ബി ക്വസ്റ്റ്യൻ എന്താ നോക്കി? ഇത് പ്രാവശ്യം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു എന്താണ് ഈ ഇക്വാലൻസ് ക്ലാസ് എന്ന്. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ. ഫൈൻഡ് ഈക്വാലൻസ് ക്ലാസസ്. ഈക്വാലൻസ് ക്ലാസസ് വെച്ചാൽ ഒന്നുമില്ല മക്കളെ, നമ്മുടെ റിലേഷനില് ഫസ്റ്റ് എലമെന്റ്സ് നോക്കിയിരിക്കുന്ന ആൾക്കാർ അവരെ സെറ്റ് ആക്കി എഴുതുക, അവരാണ് ഈക്വാലൻസ് ക്ലാസ് എന്ന് വെച്ചാൽ എങ്ങനെയാ ഞാൻ പറഞ്ഞിരുന്നു. നോക്കും, ഫസ്റ്റ് ഇവിടെ 1 അല്ലേ. അപ്പൊ 1 എഴുതിട്ട് ഇങ്ങനെ ഇടും, ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ അതിനർത്ഥം 1ന്റെ ഈക്വാലൻസ് ക്ലാസ്. ഇതിനെ വായിക്കാം ഈക്വാലൻസ് ക്ലാസ് ഓഫ് 1 എന്ന. ഇതിനർത്ഥം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു സെറ്റ് ഇടുക. ഈ 1 ആരേറ്റൊക്കെ പെയർ ചെയ്തിരിക്കുന്നു. ഈ 1 ആരേറ്റൊക്കെ പെയർ ചെയ്തിരിക്കുന്നു. 1 ആരേറ്റൊക്കെ പെയർ ചെയ്ത് 3 ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ചെയ്തിട്ടുണ്ട്. വേറെ ആരേറ്റുകളുണ്ടോ? അപ്പൊ ഈക്വാലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് വെച്ചാൽ എന്താ? സെറ്റ് 3,1. അടുത്തത് നോക്കി, 1 എഴുതി, അടുത്ത ആരാ? 2. അപ്പൊ ഈക്വാലൻസ് ക്ലാസ് ഓഫ് 2. ഈക്വാലൻസ് ഓഫ് ക്ലാസ് ഓഫ് 2 എന്ന് വെച്ചാൽ എന്താ? 2 എന്ന് പറയുന്ന ആള് ആരേറ്റൊക്കെ പെയർ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ നോക്കിയിട്ടുണ്ട്? 2 ആരും നോക്കിയിട്ടുള്ളൂ. 2നെ മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ. വേറെ ആരും നോക്കിയിട്ടുണ്ടോ? ഇല്ല. അടുത്ത ആരാ? അപ്പൊ 1 വെച്ച് ചെയ്ത് 2 വെച്ച് ചെയ്ത് അടുത്ത 3യുടെ ഈക്വാലൻസ് ക്ലാസ് ഓഫ് 3. ഈക്വാലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് വെച്ചാൽ എന്താ? 3 എന്ന് പറയുന്ന ആള് ആരേറ്റൊക്കെ പെയർ ചെയ്തിട്ടുണ്ട്. 3 ആരേറ്റൊക്കെ പെയർ ചെയ്തിട്ടുണ്ട്. 3 പെയർ ചെയ്തിട്ടുണ്ട്. പിന്നെയോ 3 1 പെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സെറ്റ് 3,1. അപ്പൊ ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്. ഇത്രയുള്ള സംഭവം ഈക്വാലൻസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സെറ്റില് ഓരോ എലമെന്റ്സും പെയർ ചെയ്ത ആൾക്കാരെ ഇതുപോലെ സെറ്റ് ആക്കിയത്. ദാറ്റ് ഈസ് കോൾഡ് ഈക്വാലൻസ് ക്ലാസ്. ഇത്രയുള്ള സംഭവം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ്, നമ്മുടെ സെറ്റ് 1, 2, 3 given by r equal to ordered where 1, 1, 2, 2, 3, 3, 1, 2, 2, 3 is reflexive but neither symmetric nor transitive. ഇത് റിഫ്ലെക്സീവ് ആണ്, പക്ഷെ സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് അല്ലാന്ന് തെളിയിക്കാം. എളുപ്പമാണ്, നമുക്ക് ചെയ്യാം. ആദ്യം റിഫ്ലെക്സീവ് അല്ലേ തെളിയിക്കണ്ടേ? റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്താ? ഇതിലുള്ള ഓരോ എലിമെന്റ്സിനും അതിനോട് ബന്ധം കാണിച്ചാൽ പോരെ. അപ്പൊ നമ്മുടെ സെറ്റ് 1 അല്ലേ, 1 1 ബന്ധമുണ്ട്. അടുത്ത 2 അല്ലേ, 2 2 ബന്ധമുണ്ട്.
അടുത്ത 3 അല്ലേ, 3 എന്തുണ്ട്? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഓർഡേർഡ് ബൈർ 1,1, ഓർഡേർഡ് ബൈർ 2,2, ഓർഡേർഡ് ബൈർ 3,3 element of R. Therefore the relation R is എന്താണ്? റിഫ്ലെക്സീവ്. അടുത്ത സിമെട്രിക്കൽ തെളിയിക്കണ്ടേ? അപ്പൊ സിമെട്രിക് തെളിയിക്കാൻ ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ അടുത്ത സിമെട്രിക് തെളിയിക്കണം. അപ്പൊ സിമെട്രിക് തെളിയിക്കാൻ വേണ്ടി ഇതിലാദ്യത്തെ ഒരു 1,2 ഉണ്ട് അല്ലെ? അപ്പൊ എന്തുണ്ട്? 1,2 element of R relation ഉണ്ട്. That implies ഇങ്ങനെ ഇതാ, ഇത് that implies വായിക്കാം. അപ്പൊ എന്ത് വരണം? 1,2 ഉണ്ടെങ്കിൽ നേരത്തെ വരുന്നുള്ള ആള് എന്ത് വരണം? 2,1 വരണം അല്ലെ? 2,1 ഈ റിലേഷൻ ഉണ്ടോ നോക്ക്. ഉണ്ടോ? ഇല്ല. Not element of R. Therefore the relation R is എന്താണ്? Not symmetric. Not symmetric. Okay. അടുത്ത എന്താ വിളിക്കേണ്ടത്? ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്താ? A, B വേണം, അടുത്ത B വെച്ച് അടുത്തൊരാൾ വേണം. അപ്പൊ ഇതിലെ ഫസ്റ്റത്തെ ആളും അതിൽ രണ്ടാമത്തെ ആളും തമ്മിൽ റിലേഷൻ വേണം അല്ലെ? അപ്പൊ നോക്കാം, ഇതിൽ എന്തുണ്ട്? 1,2 ഉണ്ട് ആൻഡ് രണ്ടാമത്തെ ആളെ വെച്ചോടി 2,3 ഉണ്ട്. എലമെന്റ് ഓഫ് ആർ. ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരണം? ഇതിൽ ആദ്യത്തെ ആളും ഇതിൽ രണ്ടാമത്തെ ആളും തമ്മിൽ ബന്ധം വേണം. എന്ത് വരണം? 1,3 വരണം. 1,3 ഇതിൽ ഉണ്ടാവും നോക്ക്. ഇല്ല. Not element of R. Therefore the relation R is എന്താ? Not transitive. So തന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നും സിമെട്രിക് അല്ലാന്നും ട്രാൻസിറ്റീവ് അല്ലാന്നും എന്ത് ചെയ്തു? തെളിയിച്ചു. സെറ്റ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് R be a relation on a set 1, 2, 3, 4, 5, 6 defined by R equal to set ordered where x, y such that y equal to 2x minus 1. ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും നേരം റോസ്റ്റർ ഫോമിൽ തന്നിരുന്നു, പക്ഷെ നമ്പേഴ്സ് ആയിട്ട് തന്നു. ഇപ്പോൾ എന്ത് തന്നിരിക്കുന്നു? സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നു. ഇത് +1 പഠിച്ചത് ടെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ. ഇയാൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ആദ്യം റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ y equal to 2x minus 1 എന്നല്ലേ തന്നിട്ടുള്ളത്. സോ ഇനി എന്ത് ചെയ്യാം? y equal to 2x minus 1 ഇതാണ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഓരോ റോസ്റ്റർ ഫോം ഞാൻ ചെയ്യാം. R equal to set ആദ്യം ഞാൻ 1 എടുത്തു. x ന് 1 എടുത്താലോ? അപ്പൊ x equal to 1 എടുത്തു കഴിഞ്ഞാൽ y എന്തായിരിക്കും? y equal to 2 into x ന് സ്ഥാനത്ത് 1 കൊടുക്കുക. 1 minus 1. അപ്പൊ 2 into 1 2 minus 1 ഉത്തരം എന്ത് കിട്ടും? 1. പ്രശ്നമില്ലല്ലോ. അടുത്ത x ന് ഞാൻ 2 കൊടുക്കാം. x equal to 2. അപ്പൊ y equal to എന്തായിരിക്കും? 2 into 2 minus 1 അല്ലെ? x ന്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. അപ്പൊ 4 minus 1 അപ്പൊ എത്ര കിട്ടും? 3. പ്രശ്നമൊന്നുമില്ലല്ലോ. Then അടുത്ത x equal to എന്ത് കൊടുക്കുക? 3. x equal to 3 കൊടുത്താൽ y equal to 2 into 3 minus 1. അപ്പൊ y equal to 6 minus 1 അപ്പൊ 5. 3,5. അടുത്ത x equal to 4 കൊടുക്കാം. 4 എടുത്തു കഴിഞ്ഞാൽ y equal to 2 into 4 minus 1. അപ്പൊ 8 minus 1 എത്ര കിട്ടുക? 7. എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മുടെ റിലേഷനിൽ എവിടെ വരെ ഉള്ളൂ? 6 വരെ ഉള്ളൂ. 7 എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ വെച്ച് നിർത്താം. ഇത്രേ ഉള്ളൂ നമ്മുടെ എന്ത് റിലേഷൻ. അപ്പൊ റിലേഷൻ ആദ്യം ഞാൻ റോസ്റ്റർ ഫോം ആക്കി. ആദ്യം എന്താക്കി? റോസ്റ്റർ ഫോം ആക്കി. അപ്പൊ R equal to 1,1, 2,3, 3,5 ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ. സോ ഇനി നമുക്ക് ഓരോന്നോരോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് R in roster form and find its domain and range. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ആളെ റോസ്റ്റർ ഫോമിലോട്ടാക്കി. ഇനി അതിന്റെ ഡൊമൈനും റേഞ്ച് ചെയ്ത അല്ലെ? ഇയാൾ എന്ത് ചെയ്ത? ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ എന്ന് വെച്ചാൽ എന്താ? ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വാല്യൂ. എക്സ് വാല്യൂ ആയിരിക്കും ഇവിടെ 1, 2, 3 അല്ലെ? റേഞ്ച് എന്താ? വൈ വാല്യൂ. വൈ വാല്യൂ വരെ സെറ്റ് 1, 3, 5. ഓക്കെ.
then is R is an equivalence relation justify എന്ന് പറയുന്നത്. R equivalence relation ആണോ ആണെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം, ഓരോന്ന് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഒരെണ്ണം നോക്കിയാൽ മതി, ഒരെണ്ണം അല്ലെങ്കിൽ ഈക്വാലൻസ് റിലേഷൻ ആവില്ലല്ലോ, ഒരെണ്ണം നോക്കിയാൽ മതി. ഇപ്പൊ എന്റെ മക്കള് നോക്കി, വണ്ണിനോട് തന്നെ ബന്ധം വന്ന് അപ്പൊ റിഫ്ലെക്സീവ് ഒന്നും എഴുതാൻ പറ്റൂല. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. റിഫ്ലെക്സീവ് ആണെന്ന് എഴുതണമെങ്കിൽ ഇതിലുള്ള ഓരോ എലമെന്റ്സിനും അതിനോട് ബന്ധം വേണം. പക്ഷെ 1-ന് ബന്ധം വേണം, 2-ന് 2-നോട് ബന്ധം വേണം, 3-ന് 3-നോട് ബന്ധം വേണം, 4-4-നോട് ബന്ധം വേണം, 5-5-നോട് ബന്ധം വേണം, 6-6-നോട് ബന്ധം വേണം. പക്ഷെ ഇവിടെ 1-1-നോട് ബന്ധം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിലല്ല. അപ്പൊ ഒരു എക്സാമ്പിൾ എല്ലാം കാണിച്ചാൽ മതി, ബാക്കി പരിപാടികൾ തീർന്നു. ഇപ്പൊ 1,1 ഉണ്ട്, പക്ഷെ എന്തില്ല, അടുത്ത് 2,2 ഇല്ല. എല്ലാം കാണിക്കണ്ട, ഒരെണ്ണം കാണിച്ചാൽ മതി. എല്ലാം കാണിക്കാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പൊ ഇതിൽ 2 വന്നപ്പോ 2,2 ഇതിലില്ലല്ലോ, ജസ്റ്റ് 1,1 മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഓർഡേർഡ് പെയർ 2,2 not element of R. Therefore, the relation is not reflexive. റിഫ്ലെക്സീവ് അല്ലാത്ത റിലേഷൻ പിന്നെ ഈക്വാലൻസ് റിലേഷൻ ആവോ? വേറെ ഇനി ഒന്നും ചെക്ക് ചെയ്യണ്ട, ഒരെണ്ണം അല്ലെങ്കിൽ പിന്നെ ഒന്നും ആവില്ല. റിഫ്ലെക്സീവ് അല്ല പിന്നെ ഈക്വാലൻസ് ആവില്ല, പിന്നെ സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയിട്ട് കാര്യമുണ്ടോ? ബാക്കിയുള്ള ചെക്ക് ചെയ്യണ്ട. Okay, therefore the relation R is not an equivalence relation. Okay, not an എന്താണ് equivalence relation. ഐഡിയ എത്തിയില്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്തത് നോക്കാം. ലെറ്റ് R be a relation on the set Z. Z എന്ന് വെച്ചാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ഓക്കെ, ഡിഫൈൻഡ് ബൈ R equal to ordered pair A, B എന്ന്. ആ ഓർഡേർഡ് പേര് A, B എന്ന് എഴുതാനുള്ള കണ്ടീഷൻ 2 divides A minus B എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ബി കുറച്ചിട്ട് ആളെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എന്ന് ബി കുറച്ചിട്ട് അതിന് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഓർഡേർഡ് പേര് A, B എന്ന് എഴുതാം. അതാ കണ്ടീഷൻ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏത് ഓർഡേർഡ് പേര് ഇതിൽ കൊള്ളു നോക്കാം. ഫസ്റ്റ് 2,4 പക്കല്ലേ? കാരണം എന്താ, 2-ന് 4 കുറച്ചാൽ -2. -2-ന് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ കിട്ടിയ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. എന്നാലും ബാക്കിയുള്ളൊന്നും ചെക്ക് ചെയ്യാം. അടുത്ത 3,8. അപ്പൊ 3-ന് 8 കുറച്ച് കഴിഞ്ഞാൽ -5 ആ, 2 വെച്ച് ഡിവൈഡ് ആവില്ല. അത് ഓർഡിനറി 7,6 7 വെച്ച് -1 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോറി, 1 ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. -1 അല്ല 1. അത് 8-ന് 7 കുറച്ച് കഴിഞ്ഞാൽ 1. 2 വെച്ച് പക്കായിട്ട് ഡിവിസിബിൾ ആവുമോ? ആവില്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത്, ചെക്ക് ദ അബവ് റിലേഷൻ R is an equivalence relation. മുകളിൽ തന്നിരിക്കുന്ന റിലേഷൻ ഒരു ഈക്വാലൻസ് റിലേഷൻ ആണ് തെളിയിക്കാനാ പറഞ്ഞത്. ഇത് ജനറൽ കേസ് ആണ്. ജനറൽ കേസ് സോൾവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. ഈ ഒരെണ്ണാണ് ഞാൻ ചെയ്യുന്നുള്ളൂ, ഇതുപോലത്തെ ഒരുപാടുണ്ട്. ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലോട്ട് അയച്ചു തരാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം എന്താണ് ഈക്വാലൻസ് റിലേഷൻ തെളിയിക്കണം? ആദ്യം റിഫ്ലെക്സീവ് ആണ് തെളിയിക്കണം. അപ്പൊ റിഫ്ലെക്സീവ് ആണ് തെളിയിക്കണമെങ്കിൽ എനിക്ക് എന്ത് കൊണ്ടുവരണം? A, A കൊണ്ടുവരണം അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ B മാറ്റി A ആക്കിയാൽ മതി. ഇപ്പൊ എന്റെ മക്കളും എങ്ങനെ പറയുന്നു, ഇത് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. അപ്പൊ അവരെ തമ്മിൽ കുറച്ച് നോക്കണം. അപ്പൊ A, A ആണെങ്കിൽ അവരെ തമ്മിൽ കുറച്ചിട്ട് അത് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. we have ഇപ്പൊ ഇവിടെ 2 സൈഡിൽ A കൊടുക്കണം, കാരണം റിഫ്ലെക്സ് നൽകാൻ A, A വരണം. ഓക്കെ, അപ്പൊ ഞാൻ എയിൽ നിന്ന് A കുറയ്ക്കാം. എയിൽ നിന്ന് A കുറയ്ക്കാനുള്ള കാരണം ഓർഡേർഡ് പേര് A, A എന്ന് എഴുതാൻ. എയിൽ നിന്ന് A കുറയ്ക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 0 അല്ലേ? 0യുടെ പ്രത്യേകത എന്താ? 0 is divisible by any number. 0 നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 0 തന്നെ ഇട്ടോളൂ. അപ്പൊ എന്ത് ചെയ്താം? 0 is divisible. ഡിവിസിബിളും ഡിവൈഡഡ് ബൈ എന്നൊക്കെ പറഞ്ഞാലൊക്കെ സെയിം ആണ്. ഡിവിസിബിൾ ബൈ എന്താ? 2. ഡിവിസിബിൾ ആയാലും അവർ ഓർഡേർഡ് പേര് എഴുതാല. Therefore, ordered pair A, A element of R. ഇങ്ങനെയാണ് for all A element of എന്തായിരിക്കണം? Z. ഇന്റീജർ എന്ന് എടുക്കണ്ടായിരിക്കണം. ഓക്കെ, A എപ്പോഴും എവിടെ നിന്നിരിക്കണം? ഇന്റീജർ. സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ് എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, A element of Z. ഓക്കെ, therefore the relation is എന്താണ്? റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് എന്ന് തെളിയിച്ചു. അടുത്തത് സിമ്മട്രിക് ആണെന്ന് തെളിയിക്കണം. സിമ്മട്രിക് ആണെന്ന് തെളിയിക്കാൻ ആദ്യം ഞാൻ A, B റിലേഷൻ ആണ് നാം കരുതും, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കണ്ടീഷൻ കാണാണ്ട പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് അടുത്ത കണ്ടീഷൻ മനസ്സിലാലോചിക്കാം. ഓർഡേർഡ് പെയർ A, B
എലമെന്റ് ഓഫ് ആർ ആണെന്ന് കരുതി. ദാറ്റ് ഇംപ്ലൈസ്, അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് എ കോമ ബി എന്ന് എഴുതാം. എ കോമ ബി എന്ന് എഴുതിയാൽ അർത്ഥം എന്താ? 2 divides അല്ലെ, 2 divides a minus b. പിന്നെ മക്കൾ മനസ്സിലാക്കണത് a minus b നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നേരെ തിരിച്ച് b minus a നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഇപ്പൊ 4 minus 2 എത്രയാ? 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. തിരിച്ചിപ്പോ ഞാൻ തിരിച്ചിടുന്നു. 2 minus 4 -2 ആവുന്നുള്ളൂ, ചിഹ്ന നെഗറ്റീവ് ആവുന്നുള്ളൂ. പക്ഷെ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന് ബി കുറയ്ക്കുന്ന ആള് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബിന്ന് എ കുറയ്ക്കുന്ന ആൾ എന്ത് ചെയ്യാൻ പറ്റും? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ബിന്ന് എ കുറയ്ക്കുന്ന ആൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഓർഡേർഡ് ബൈ ബി കോമ എ എലമെന്റ് ഓഫ് ആർ. അപ്പൊ എ കോമ ബി ഒന്ന് നേരെ തിരിച്ച് ബി കോമ എ വന്നു. ഫോർ ഓൾ ഞാൻ എടുക്കേണ്ട എയും ബിയും എവിടെ നിന്നായിരിക്കണം? ഇന്റീജറിൽ നിന്നായിരിക്കണം. therefore the relation is എന്താ? സിമെട്രിക്. സോ തന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിച്ചു, തന്ന റിലേഷൻ സിമെട്രിക് ആണെന്ന് തെളിയിച്ചു. അടുത്ത പറയുന്നത് എവിടെയും തെളിയിക്കാണ്ട് എന്താണ്? തന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിക്കണം. അപ്പൊ അതിനെന്താ ചെയ്യാം? ഞാൻ ആദ്യം ഓർഡേർഡ് പെയർ എ കോമ ബിയും ആൻഡ് ഓർഡേർഡ് പെയർ ബി കോമ സിയും എലമെന്റ് ഓഫ് ആർ ആണെന്ന് കരുതും. അങ്ങനെ കരുതിയാലേ ചെയ്യാൻ പറ്റും. ഇവിടെ അസംഷൻസ് വേണം. അപ്പൊ അതിനർത്ഥം എന്താ? എ കോമ ബിയും ബി കോമ സിയും എലമെന്റ് ആണെന്ന് പറഞ്ഞതിന് അർത്ഥം എ മൈനസ് ബി ആൻഡ് ബി മൈനസ് സി ഡിവൈഡ്സ് ബൈ 2. ഓക്കെ. സോ എ മൈനസ് ബിയും ബി മൈനസ് സിയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഇവർ തമ്മിൽ ഒന്ന് കൂട്ടി വെക്കും. ഇവർ തമ്മിൽ കൂട്ടിയാൽ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. അപ്പൊ മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആവും. എന്തായിരിക്കും വരിക? എ മൈനസ്. ഈ എ മൈനസ് സിയും എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ്സ് ബൈ 2 ആയിരിക്കും. എ മൈനസ് സിനെയും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എ മൈനസ് സി 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഓർഡേർഡ് പെയർ എ കോമ സി എലമെന്റ് ഓഫ് ആർ എന്ന് എഴുതാം. അപ്പൊ എ കോമ ബിയും ബി കോമ സിയും വന്നപ്പോ എനിക്ക് എന്ത് എഴുതാൻ പറ്റി? എ കോമ സി എന്ന് എഴുതാൻ പറ്റിയാൽ ആ റിലേഷൻ എന്താ? ട്രാൻസിറ്റീവ്. ശരി, ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് എഴുതി പഠിക്കാം, എന്നാലേ കിട്ടുക. ഓക്കെ. സോ തന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിച്ചു, സിമെട്രിക് ആണെന്ന് തെളിയിച്ചു, ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിച്ചു. therefore the relation is an എന്ന് പറയാം ഈക്വാലൻസ് റിലേഷൻ. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ. ഇതിനടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. നോക്കി, ഇനി ക്വസ്റ്റ്യൻ 2 1 വേർഡാ. which of the following relations on A equal to set 1, 2, 3 is an equivalence relation? 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു റിലേഷൻ റിഫ്ലെക്സീവ് മാത്രമായിരുന്നു വിചാരിക്കും. അപ്പൊ റിഫ്ലെക്സീവ് മാത്രമായിട്ടൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഈക്വാലൻസ് റിലേഷൻ. അത് ട്രിക്കാണ്. കാരണം റിഫ്ലെക്സീവ് മാത്രമായാൽ അതിന് സിമെട്രിക്കും ട്രാൻസിറ്റീവും ഒക്കെ ആവാൻ പറ്റും. ഓക്കെ. അത് മനസ്സിലോട്ട് തലയിലോട്ട് കയറ്റി വെക്കുക. കൂടുതൽ ചിന്തിച്ചാൽ പ്രശ്നമാവും. അങ്ങനെ മാത്രം ആലോചിച്ച് വെക്കുക. അപ്പോ ഓപ്ഷൻസ് നോക്കാം. ഇവിടെ 1, 2, 3 വന്നിട്ടുള്ളത്. അപ്പൊ 1, 1 2, 2 3, 3 മാത്രമുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ റിഫ്ലെക്സീവ്. അപ്പൊ അത് ഈക്വാലൻസ് റിലേഷൻ കൂടി ആവും. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും അതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ. അടുത്ത് നോക്കുക. 1, 1 2, 2 3, 3 1, 2 ഇത് ഈക്വാലൻസ് അല്ല. കാരണം എന്താ? 1, 2 വന്നേ. 1, 2 വന്നാൽ എന്ത് വരണം? 2, 1 വരണം. 1, 2 വന്നാൽ എന്ത് വരണം? 2, 1 വരണം. ഇവിടെ 2, 1 ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി അല്ല. അത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താ? 1, 1 ഉണ്ട്, 3, 3 ഉണ്ട്. അവിടെ എന്തില്ല? പക്ഷെ അപ്പൊ 2, 2 ഇല്ല. അപ്പൊ റിഫ്ലെക്സീവ് തന്നെയല്ല. അപ്പൊ അതുമല്ല ഓപ്ഷൻ. നൺ ഓഫ് ദിസ് അല്ല. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പൊ ആലോചിക്കുക, സിംപ്ലി ഒരു റിലേഷൻ ഈക്വാലൻസ് ആണ് തെളിയിക്കാൻ പറഞ്ഞാൽ റിഫ്ലെക്സീവ് മാത്രമാണോ നോക്കാം. ബാക്കിയുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കണ്ടീഷൻസ് നോക്കിയാൽ മതി. ഇത് റിഫ്ലെക്സീവ് മാത്രമായിട്ട് ഒരെണ്ണം വന്നു. അപ്പൊ അതായിരിക്കും എന്ത്? ഈക്വാലൻസ് റിലേഷൻ. ഇത് മനസ്സിലോട്ട് കയറ്റി വെക്കുക കേട്ടോ. ഓക്കെ. അടുത്ത നോക്കാം. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ എ സെറ്റ് എ 1, 2, 3 ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു എന്നിരിക്കുന്നത് ordered where 1, 1 ordered where 2, 2 ordered where 3, 3 ordered where 1, 3. Then the ordered pair to be added to are to make it smallest equivalence relation. ഇതിലോട്ട് ഏത് ഓർഡേർഡ് പെയർ ആഡ് ചെയ്താൽ ഇതിന് ഈക്വാലൻസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നോക്കിയേ, 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്. റിഫ്ലെക്സീവ് ആവില്ലേ?
ദെൻ 1,3 വന്നു. 1,3 വന്നാൽ തിരിച്ച് എന്ത് വരണം? 3,1 വരണം. എന്നാലും സിമെട്രിക് ആവുള്ളൂ. സിമെട്രിക് ആയ പിന്നെ ട്രാൻസിറ്റീവ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ 1,3 വന്നു. അപ്പൊ നേരെ തിരിച്ച് ഇതിലോട്ട് എന്താ ആഡ് ചെയ്താൽ മതി? 3,1 ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതെന്തായി മാറും? ഇക്വാലൻസ് റിലേഷൻ ആയി മാറും. സെറ്റ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റിലേഷൻസിലെ മെയിൻ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി നേരെ എന്തിലോട്ട് പോവാം? ഫംഗ്ഷൻസിലോട്ട് പോവാം. സോ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് മെയിൻലി രണ്ട് ടൈപ്പാണ് ഉള്ളത്. 1-1 ഫംഗ്ഷനും on-to ഫംഗ്ഷൻ. സോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവറി എലമെന്റ് ഇൻ സെറ്റ് എ ഹാസ് ഡിഫറെന്റ് ഇമേജ് ടു സെറ്റ് ബി. എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാവർക്കും ബിയിലോട്ട് ഡിഫറെന്റ് ഇമേജ് വേണം. അതാണ് 1-1. ഒരാൾക്ക് ഒരെണ്ണം, അയാളെ പിന്നെ വേറെ ആൾ നോക്കാൻ പാടില്ല. ഓക്കെ. ദെൻ on-to ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? on-to ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും സെറ്റ് എയിലോട്ട് എന്ത് വേണം? പ്രീ ഇമേജ് വേണം. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ആരോ ഡയഗ്രാംസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എ ടു ബി, ഇതില് 1,2,3, ഇതില് 3,4,5. കണ്ടോ? ഇവിടെ ഇത് ക്ലിയർലി ദ ഫംഗ്ഷൻ ഈസ് 1-1. ക്ലിയർലി ദ ഫംഗ്ഷൻ ഈസ് എന്താണ്? 1-1. കാരണം എന്താ? എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാവർക്കും ബിയിലോട്ട് ഡിഫറെന്റ് ഇമേജ്. 1 3 നോക്കി, പിന്നെ 3 ആരും നോക്കിയില്ല. 2 4 നോക്കി, പിന്നെ ആ 4 വേറെ ആരും നോക്കിയോ? ഇല്ല. 3 5 നോക്കി, ആ 5 വേറെ ആരും നോക്കില്ല. അപ്പൊ ക്ലിയർലി ദ ഫംഗ്ഷൻ ഈസ് 1-1. Then clearly the function is also എന്താണ്? on-to. ഈ ഫംഗ്ഷൻ on-to കൂടിയാണ്. എന്തോടെ on-to? ബിയിൽ എല്ലാവർക്കും തിരിച്ചു പ്രീ ഇമേജ് ഉണ്ടല്ലോ. സോ തന്ന ഫംഗ്ഷൻ 1-1 ആണ്, on-to. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്? വേറൊരു ആരോ ഡയഗ്രം വരയ്ക്കാണ്. നോക്കി, 1,2,3, ഇവിടെ 4. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം? ഇത് 1-1 ആണോ? അല്ല. ഇതെന്താ? മിനി 1. കാരണം എന്താ? 1 4 നോക്കി, ആ 4 തന്നെ ആരോട് നോക്കി? 2 കൂടി നോക്കി. നോക്കാൻ പാടുണ്ടായ? ഇല്ല. ആ 2 4 നോക്കി, പിന്നെ 3 4 നോക്കി. അപ്പൊ ഇതെന്താ? 1-1 അല്ല, ഇതെന്താ? മിനി 1. അപ്പൊ 1-1 ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ എലമെന്റിനും വേറെ വേറെ ഡിഫറെന്റ് ഇമേജസ് വേണം. ക്ലിയർലി ദ ഫംഗ്ഷൻ ഇസ് എന്താ? on-to. on-to-ന്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ബിയിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് വേണമെന്നുള്ളത്. ഒരെണ്ണായാലും 2 എണ്ണായാലും 3 എണ്ണായാലും ഒന്നും കുഴപ്പമില്ല. ഓക്കെ. ദെൻ on-to എല്ലാത്തിനും ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. എയിൽ നിന്ന് ബിയിലോട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഇപ്പൊ 1,2,3. ഇപ്പൊ 4 5 ഉള്ളത്. 1 4 നോക്കി, 2 5 നോക്കി, 3 5 നോക്കി. ഓക്കെ. എക്സാമ്പിളിലൊന്നും ഒരു വ്യത്യാസം വരുന്നുണ്ട്. 4 6 7 ഇങ്ങനെ. ഓക്കെ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെയൊക്കെ സെറ്റ് ബിയിൽ 6-നും 7-നും വിട്ട് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. സോ ബിയിലെ എല്ലാവർക്കും വിട്ട് പ്രീ ഇമേജ് വേണം. ആർക്കെങ്കിലും ഇല്ലെങ്കിൽ അതെന്താവില്ല? on-to ആവില്ല. ഇതെന്താണ്? ഒരു നോട്ട് on-to ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ in-to ഫംഗ്ഷൻ എന്ന് വിളിക്കും. in-to. ഓക്കെ. ദെൻ ഈ 1-1 ഫംഗ്ഷനും on-to ഫംഗ്ഷനും മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാനുള്ള ഇക്വേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ താഴെ എഴുതാം. 1-1 ആണ് തെളിയിക്കാൻ ഇത്രയേ ഉള്ളൂ. f of x equal to f of y എന്ന് എടുക്കുക. x equal to y എന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് 1-1 എന്ന് പറയാം. ഇതാ കണ്ടീഷൻ. ഓക്കെ. ദെൻ അടുത്തത് on-to ആണ് തെളിയിക്കാൻ. on-to ആണ് തെളിയിക്കാൻ ഇവിടെ തന്നിരിക്കുന്നത്. a function f from a to b, ഈ ആരോ ഇങ്ങോട്ട് ആണെന്ന് മനസ്സിലാക്കാം. f from a to b is on-to if give any y element of b, there exists x element of a. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ സെക്കൻഡ് സെറ്റിലെ എലമെന്റ് ആണ് y എന്ന് പറയും. ആ സെക്കൻഡ് സെറ്റിൽ ഞാൻ ഒരു y എന്ന് പറയുന്ന എലമെന്റ് എടുക്കുമ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് സെറ്റിൽ x എന്ന് പറയുന്ന ഒരു എലമെന്റ് വേണം. സെക്കൻഡ് സെറ്റിൽ y എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുമ്പോ സെക്കൻഡ് സെറ്റിൽ ഫസ്റ്റ് സെറ്റിൽ എന്ത് വേണം? x എന്ന് പറയുന്ന ഒരു എലമെന്റ് വേണം. ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ സെറ്റിൽ പോയിട്ട് അതിന് ഞാൻ ഒരു നമ്പർ എടുക്കുമ്പോ ആ നമ്പർ എന്ത് ചെയ്തിരിക്കണം? ഒന്നാമത്തെ സെറ്റില് ഒരാളെ നോക്കിയിട്ടുണ്ടാവണം. അതാണല്ലോ on-to. അപ്പൊ അതിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയും. ബി എന്ന് പറയുന്നത് y എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാല് എ എന്ന് പറയുന്ന സെറ്റിൽ x എന്ന് പറയുന്ന ഒരു എലമെന്റ് വേണം. അത് തെളിയിക്കാൻ നിങ്ങൾ f of x equal to y എന്ന് എടുത്താൽ മതി.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, തന്ന ഫംഗ്ഷൻ ഈക്വൽ ടു വൈ, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ഒന്നുകൂടി ക്ലിയർ ആവും എപ്പോ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓൺ ടു ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് എഫ് ഫ്രം എൻ ടു എൻ, let f from n to n be function defined by f of x equal to 1 എന്ന് എടുക്കാം. എപ്പോ x equal to 1 ആവുമ്പോൾ. then നിങ്ങൾക്ക് f of x equal to x minus 1 എന്ന് എടുക്കാം. എപ്പോ x greater than 1 ആവുമ്പോൾ. അപ്പൊ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് ചോദിക്കുന്ന 4 ഓപ്ഷൻ ഉണ്ട്. f is 1 1 and on 2, f is many 1 and on 2, f is 1 1 but not on 2, f is neither 1 1 nor on 2. അതാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, if is neither 1 1 nor on 2. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോ ഡയഗ്രം വെച്ച് വരച്ചൊന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നോക്കി, ഞാനിപ്പോ എക്സ് ഈക്വൽ ടു 1 എടുത്തു അല്ലെ. എക്സ് ഈക്വൽ ടു 1 എടുക്കുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് തന്നെയാ 1 തന്നെയാണ്. എക്സ് ഈക്വൽ ടു 1 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ് 1 തന്നെയാണ് വരും. ഇത് എക്സ് ഈക്വൽ ടു 2 എടുത്തെന്ന് വിചാരിക്കും. എക്സ് ഈക്വൽ ടു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനേക്കാൾ വലുതല്ലേ. ഒന്നിനേക്കാൾ വലുതാകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താ, എക്സ് മൈനസ് 1 അല്ലേ. എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സിനോട് 2 കൊടുത്ത് ഞാൻ 2 മൈനസ് 1, 2 മൈനസ് 1 എത്രയാ 1. അപ്പൊ നിങ്ങൾ നോക്കി ഈ ഫംഗ്ഷൻ 1 1 ആവോ? ഇല്ല. കാരണം എന്താ, ഇവിടെ 1 ഉം 2 ഉം കൊടുത്തു, ഇവിടെ 1 ഉം 2 ഉം കൊടുത്തു. 1 ആരെ തന്നെ നോക്കി, 1 നെ തന്നെ നോക്കി. 2 ആരെ നോക്കി, 2 നും കിട്ടിയ ഉത്തരം 1 തന്നെ. ദാറ്റ് മീൻസ് ഇതെന്താ, മിനി 1. ഇതെന്നാണ് മിനി 1. ഇതെന്നാണ് പിള്ളേരെ മിനി 1 ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ പോയി. ദെൻ അടുത്തൊരു പിന്നെന്താണ്, സി ആവാം അല്ലെങ്കിൽ ബി ആവാം അല്ലെ. എഫ് ഈസ് മെനി 1 ആൻഡ് on 2 ഇതാവാൻ പറ്റും, സി ആവാൻ പറ്റൂല. അപ്പൊ എഫ് ഈസ് നെയ്തർ 1 1 നോർ on 2 അല്ലെങ്കിൽ എഫ് ഈസ് മെനി 1 ആൻഡ് on 2. ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും വരും അല്ലെ. അപ്പൊ അടുത്തത് എന്തുകൂടി ചെക്ക് ചെയ്യണം, on 2 കൂടി ചെക്ക് ചെയ്യണം അല്ലെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് n to n, നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ എന്നാ. സോ അടുത്തത് ഏതെടുത്തോ, ഏത് നമ്പർ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും, ബി കിട്ടും. ഇപ്പൊ ഈ 2 ഇങ്ങോട്ട് കിട്ടിയില്ലെന്ന് വിചാരിക്കേണ്ട. അടുത്ത എക്സിന് ഈക്വൽ ടു 3 എടുത്തെന്ന് വിചാരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, എക്സ് മൈനസ് 1 അല്ലെ. അപ്പൊ എന്ത് വരും, ഇവിടെ 3 മൈനസ് 1, 3 മൈനസ് 1 വരുമ്പോ എന്ത് കിട്ടും, 2 കിട്ടും. ഇവിടെ 3 ഉണ്ടെങ്കിൽ 3 നോക്കിയതായിരിക്കും എന്ത്, 2. സോ ഇതില് സെക്കൻഡ് സെറ്റിലെ എല്ലാ എലിമെന്റ്സിനും ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും, ക്രീമേജ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ ബി. എഫ് ഈസ് മെനി 1 ആൻഡ് എന്താണ് on 2. അടിയത്തിയില്ലേ, ഇത്രേ ഉള്ളൂ സംഭവം, വലിയ കഥയൊന്നുമില്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഹെൻസ് റൈറ്റ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നേരെ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x അല്ല എന്നിട്ടുള്ളത്. സോ ഇൻവേർട്ടിബിൾ എന്ന് വെച്ചാൽ അതിനർത്ഥം ഇൻവേർട്ടിബിൾ ആക്കി തലതിരിച്ച് എഴുതണമെങ്കിൽ ആദ്യം ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കണം. ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ തന്ന ഫംഗ്ഷൻ 1 1 ഉം on 2 ആണെന്ന് തെളിയിക്കണം. സോ ആദ്യം ഞാൻ 1 1 ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് 1 1 ആണെന്ന് തെളിയിക്കാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എഴുതും. എഫ് ഓഫ് എക്സ് എന്താ 4x ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്താ 4y. അപ്പൊ 4 4 ക്യാൻസൽ ചെയ്യാം. എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. therefore the function is 1 1. അടുത്ത on 2 ആണെന്ന് തെളിയിക്കാൻ ലെറ്റ് ഇങ്ങനെ കൊടുക്കാം, y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. സെക്കൻഡ് സെറ്റ് എന്താ, സെക്കൻഡ് സെറ്റിന് ഇപ്പൊ ഇവിടെ R2 അല്ല. അപ്പൊ y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് എന്ന് വെച്ചാൽ R. ഇവിടെ ഫസ്റ്റ് സെറ്റ് മാറാണ്, സെക്കൻഡ് സെറ്റ് മാറാണ്. എന്നിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കാം. എഫ് ഓഫ് എക്സ് എന്താ 4x ഈക്വൽ ടു വൈ. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, y/4 അല്ല. ഇൻറ്റു പറയുമ്പോൾ ഡിവിഷൻ ആണ്. ഡിവിഷൻ റിയൽ നമ്പർ വന്നാൽ കുഴപ്പമുണ്ടോ, ഇല്ല. ദാറ്റ് മീൻസ് അത് എലമെന്റ് ഓഫ് റിയൽ നമ്പർ തന്നെയാണ്, ഫസ്റ്റ് സെറ്റ് തന്നെയാണ്. കാരണം ഡിവിഷൻ വന്നാൽ കുഴപ്പമില്ല, റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാലേ പ്രശ്നമുള്ളൂ. എക്സ് ഈക്വൽ ടു y/4 എലമെന്റ് ഓഫ് R. therefore the function is എന്തായി on 2. so തന്ന ഫംഗ്ഷൻ 1 1y on 2y. therefore the function is bijective. തന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയാൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയാം, ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഫംഗ്ഷൻ എന്ന് പറയാം ഇൻവേർട്ടിബിൾ. സോ ഇൻവേർട്ടിബിൾ ആയാൽ എന്താണ് ചെയ്യാൻ പറഞ്ഞു, ഇൻവേഴ്സ്.
എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇത്ര ഉള്ളു പിള്ളേരെ. ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാല് നമുക്ക് ഓൺ ടു കിട്ടിയിട്ടില്ലേ, ആ ഓൺ ടൂല് ഈ വൈ കണ്ടോ, വൈ, ആ വൈന്റെ സ്ഥാനത്ത് എക്സ് ആയി കൊടുക്കാം. അപ്പൊ എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും, എക്സ് ബൈ 4. അപ്പൊ ഇൻവേഴ്സ് ആണ് ട്രിക്ക്. എന്താണ്, നമുക്ക് ഓൺ ടു കിട്ടിയില്ല, എക്സ് ഈക്വൽ ടു കിട്ടിയാല് ആ വൈ മാറ്റി എന്താക്കുക, എക്സ് ആക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പൊ നേരെ അടുത്ത ദിവസത്തിലോട്ട് പോവാം. നോക്കി അടുത്ത ദിവസം നോക്കി, a function f from x to y is onto if and only if the range of f is equal to dash. ഒരു ഫംഗ്ഷൻ onto ആണെങ്കിൽ അതിന്റെ റേഞ്ച് എന്തിനോട് ഈക്വൽ ആയിരിക്കും, കോഡൊമൈനോട് ഈക്വൽ ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ഒരു എക്സാമ്പിൾ കാണിക്കാം. 1, 2, 3 ഇവിടെ 3, 4, 5 a to b ആന്ന് വിചാരിക്കും നമ്മുടെ ഫംഗ്ഷൻ. 1, 3 നോക്കി, 2, 4 നോക്കി, 3, 5 നോക്കി. ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ലേ, ക്ലിയർലി ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. കാരണം സെറ്റ് ബി ഉള്ള എല്ലാവർക്കും സെറ്റ് എയിലോട്ട് എന്തുണ്ട്, പ്രീ ഇമേജ് ഉണ്ട്. ദെൻ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ സെക്കൻഡ് എന്ന് പറയുന്ന സെറ്റിൽ ആൾക്കാർ നോക്കിയിരിക്കണല്ലേ, നോക്കിയിരിക്കുന്നതായിരിക്കാം 3, 4, 5. കോഡൊമൈൻ എന്താ, കോഡൊമൈൻ എന്ന് വെച്ചാൽ സെക്കൻഡ് സെറ്റ്. ഇവിടെ സെക്കൻഡ് സെറ്റ് എന്താ, 3, 4, 5 കണ്ടാ, ഇവ തമ്മിൽ ഈക്വൽ ആയില്ലേ, ആയി. സോ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആയാൽ ആ ഫംഗ്ഷന്റെ റേഞ്ച് എന്തിനോട് ഈക്വൽ ആവും, കോഡൊമൈനോട് ഈക്വൽ ആവും. ഇത്രയുള്ള പരിപാടി. ഓക്കെ, then അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ ഫ്രം R to R defined by f of x equal to 3 minus 4x, check whether the function is bijective. തന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1, 1 ഓൺ ടു ആണോ ചെക്ക് ചെയ്താൽ മതി. 1, 1 ആണെന്ന് തെളിയിക്കാൻ f of x equal to f of y, 3 minus 4x equal to 3 minus 4y, 3 cancel ചെയ്യാം, -4 cancel ചെയ്യാം, x equal to y. Therefore the function is എന്താ, 1, 1. അടുത്ത ഓൺ ടു ചെക്ക് ചെയ്യാം. ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് എന്ന് എടുക്കാം. നമ്മുടെ സെക്കൻഡ് സെറ്റ് R തന്നെയാ, ഫസ്റ്റ് സെറ്റ് R തന്നെ. Then f of x equal to y എന്ന് കൊടുക്കുക. ഇതൊക്കെയാണ് സ്റ്റെപ്പ്. f of x എന്താ, 3 minus 4x equal to y പ്ലസ് 3 ഇപ്പോൾ എടുക്കുമ്പോ -4x equal to y minus 3, x equal to y minus 3. ഈ -4 ഇപ്പുറം കൊണ്ടുവരുമ്പോ +4 ആവാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. -4 ഇൻറ്റു അതിന്റെ പുറം വരുമ്പോ ഡിവിഷൻ ആണ്, ഡിവൈഡഡ് ബൈ -4. പേടിക്കണ്ട, എലമെന്റ് ഓഫ് എന്താണ്, R. റിലേഷൻ റിയൽ നമ്പറിന്റെ എലമെന്റ് അല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്ത് മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി, റൂട്ട് വന്നു കഴിഞ്ഞു. അല്ലാത്തപ്പൊക്കെ എലമെന്റ് ഓഫ് എന്തായിരിക്കും, R. റൂട്ട് വന്നാൽ പ്രശ്നമില്ല, പക്ഷെ റൂട്ടിന്റെ ഉള്ളിൽ എന്ത് വരരുത്, നെഗറ്റീവ് വാല്യൂസ് വരാൻ പാടില്ല. ആ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടുത്തെ എല്ലാ എലമെന്റ് ഓഫ് R ആണ്. therefore the function is എന്താ, ഓൺ ടു. സോ തന്ന ഫംഗ്ഷൻ 1, 1 ആയി, തന്ന ഫംഗ്ഷൻ ഓൺ ടു ആയി. therefore the function is എന്താ, ബൈജക്റ്റീവ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതൊരു എക്സാംപ്ലറിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി എക്സാം ടഫ് ആവണമെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, ലെറ്റ് എ എന്ന് പറയുന്ന റിലേഷൻ R മൈനസ് സെറ്റ് 3. പക്ഷെ എല്ലാ റിയൽ നമ്പറും എടുക്കാം, പക്ഷെ 3 എന്ന് പറഞ്ഞാൽ എടുക്കരുത് ഫസ്റ്റ് സെറ്റില്. ദെൻ ബി എന്ന് പറയുന്ന R minus 1. പക്ഷെ സെക്കൻഡ് സെറ്റിൽ എല്ലാ റിയൽ നമ്പറും എടുക്കാം, പക്ഷെ 1 എടുക്കരുത്. ഡിഫൈൻഡ് ബൈ f of x equal to എന്നിരിക്കുന്നത് x minus 2 by x minus 3. ചെക്ക് whether f is 1, 1 and on to. തന്ന ഫംഗ്ഷൻ 1, 1 on to എന്ന് ചെക്ക് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ ആദ്യം 1, 1 ആണെന്ന് തെളിയിക്കാൻ f of x equal to f of y എന്ന് കൊടുത്തു. അഥവാ x minus 2 by x minus 3 equal to y minus 2 by y minus 3 എന്ന് കൊടുത്തു. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നേരത്തെ ഇല്ല, ഇവിടെ ഡിവിഷൻ കഴിഞ്ഞിട്ട് ക്യാൻസലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഇയാളിപ്പുറത്തോട്ടും കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെയാ മാറും, x minus 2 into y minus 3 equal to y minus 2 into x minus 3. ഡിവിഷൻ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, മൾട്ടിപ്ലൈ ചെയ്യാം. x into y x y, x into minus 3 minus 3x, minus 2 into y minus 2y, minus 2 into minus 3 plus 6. ഇവിടെ എങ്ങനെയോ y into x ഇതുപോലെ xy, y into minus 3 minus 3y, minus 2 into x minus 2x, അത് minus 2 into minus 3 plus 6.
ഓക്കെ. സോ ഈക്വൽ ടു അപ്പുറം സെയിം ആയ ആൾക്കാരെ വെട്ടിക്കളയാം. ഇവിടെ പ്ലസ് എക്സ് വൈ, ഇവിടെ പ്ലസ് എക്സ് വൈ, ഇവിടെ പ്ലസ് 6, ഇവിടെ പ്ലസ് 6. ബാക്കി എന്താണ്? മൈനസ് 3x മൈനസ് 2y ഇസ് ഈക്വൽ ടു മൈനസ് 3y മൈനസ് 2x. എക്സിനെല്ലാം ഒരു സൈഡിലോട്ടും വൈനെല്ലാം വേറെ സൈഡിലോട്ടും കൊണ്ടുപോകും. അപ്പൊ മൈനസ് 3x മൈനസ് 2x പുറം വന്നാൽ പ്ലസ് 2x, മൈനസ് 3y മൈനസ് 2y പുറം പോയാൽ പ്ലസ് 2y. ഇപ്പൊ എന്ത് വരും? മൈനസ് 3x പ്ലസ് 2x മൈനസ് 6, മൈനസ് 3y പ്ലസ് 2y ഇതാക്കിയാല് മൈനസ് y അല്ലെ? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. മൈനസ് മൈനസ് ക്യാൻസൽ ആയി. x ഈക്വൽ ടു y എന്ന് കിട്ടി. therefore the function is 1 1. സോ തന്ന ഫംഗ്ഷൻ എന്തായി? 1 1 ആയി. ഇച്ചിരി ലെങ്തി ആണ്, ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാം. അടുത്ത ഓൺ ടേൺ അല്ലേ തെളിയിക്കണ്ടേ? സോ ഓൺ ടേൺ തെളിയിക്കാൻ ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് ആണ് അല്ലെ? സെക്കൻഡ് സെറ്റ് ഇവിടെ എന്താ? r മൈനസ് സെറ്റ് 1. ഇത്ര നേരം r എന്നായി തിരുന്നേ. ഇവിടുത്തെ സെക്കൻഡ് സെറ്റ് എന്താ? r മൈനസ് സെറ്റ് 1 ആണ്. f of x ഈക്വൽ ടു y അല്ലെ? f of x എന്താ? x മൈനസ് 2 ബൈ x മൈനസ് 3 ഈക്വൽ ടു y. then x ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കണം. അതാണ് പരിപാടി. x മൈനസ് 2 ഈക്വൽ ടു y ഇൻറ്റു x മൈനസ് 3. ഇൻറ്റു പോകുമ്പോ അല്ല, ഡിവിഷൻ ഇപ്പുറം പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ. സോ x മൈനസ് 2 ഈക്വൽ ടു y ഇൻറ്റു x xy, y ഇൻറ്റു മൈനസ് 3 മൈനസ് 3y. ഇനി എനിക്ക് x ഈക്വൽ ടു എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് x ഉള്ള ടേമിനെല്ലാം ഒരു സൈഡിലോട്ടും ബാക്കിയുള്ള നമ്പറുകളെല്ലാം അപ്പുറത്തോട്ടും കൊണ്ടുപോകും. അപ്പൊ എന്താവും? x മൈനസ് 2 ഈക്വൽ ടു സോറി x ഇവിടെയുള്ള പ്ലസ് എക്സ് വൈ ഇപ്പുറം എടുക്കുമ്പോൾ മൈനസ് 6y. അങ്ങനെ ആക്കണം. എന്തിനാണ്? x എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്ന് x കണ്ടുപിടിക്കാം. മൈനസ് 3y മൈനസ് 2y ഇപ്പുറം പോകുമ്പോ പ്ലസ് 2y. ഇവിടെ x മൈനസ് 6y അല്ലേ? രണ്ടിലും x ഉണ്ട്. x പുറത്തെടുക്കാം. x പുറത്തെടുത്താൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് x പുറത്തെടുത്താൽ 1 മൈനസ് ഇവിടുന്ന് x പുറത്തെടുത്താൽ y ഈക്വൽ ടു മൈനസ് 3y പ്ലസ് 2. ഇവിടെ y ഇല്ല കേട്ടോ. ഓക്കെ. ദെൻ എനിക്ക് x മാത്രമല്ല വേണ്ട, ഇൻറ്റുവിന് പുറമെന്ന് എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ x ഈക്വൽ ടു മൈനസ് 3y പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് y. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇങ്ങനെ y എലമെന്റ് ഓഫ് r മൈനസ് 1 എന്ന് കൊടുക്കാനുള്ള കാരണം കണ്ടോ? ഏത് റിയൽ നമ്പർ വേണേ കൊടുക്കാം. പക്ഷേ വൈന്റെ സ്ഥാനത്ത് ഇവിടെ 1 കൊടുത്തിരുന്നു വിചാരിക്കും. 1 കൊടുത്തിരുന്ന താഴെ എന്ത് വരും? 1 മൈനസ് 1 0 ആയനെ, നോൺ ഡിഫൈൻഡ് ആയനെ. റിയൽ നമ്പർ ആവോ? ഇല്ല. പക്ഷെ അത് അവർ നേരത്തെ ചോദ്യത്തിൽ കണ്ടവര്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്ത് പറഞ്ഞു? നിങ്ങൾ ഏത് റിയൽ നമ്പർ വേണേ കൊടുത്തോ, പക്ഷെ വൈന് ആരെ കൊടുക്കരുത്? 1 കൊടുക്കരുത്. 1 കൊടുത്താൽ ഉത്തരം കിട്ടില്ല എന്ന് അവർക്ക് അറിയാം. അപ്പൊ അവര് പറഞ്ഞ കറക്റ്റ് ആണ്. വേറെ ഏത് നമ്പർ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? എക്സിന് കറസ്പോണ്ടിങ് ആയ എലമെന്റ് കിട്ടും. ഫസ്റ്റ് സെറ്റ് എന്താ? r മൈനസ് സെറ്റ് 3. സോ ഇത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നപ്പോ എന്തിനാന്ന് മനസ്സിലായില്ലേ? വൈന് ഏത് റിയൽ നമ്പർ കൊടുത്തോ, പക്ഷെ വൈന് നിങ്ങൾ 1 കൊടുത്തിരുന്ന വാല്യൂ കിട്ടൂലായിരുന്നു. അപ്പൊ നോട്ട് ഓൺ ടു എന്ന് ചെയ്തറിയും. പക്ഷെ ഇവിടെ വൈന് 1 കൊടുക്കരുത് അവർ നേരത്തെ ക്വസ്റ്റിനിൽ പറഞ്ഞു. അപ്പൊ ബാക്കി എല്ലാം കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും. therefore the function is എന്താ? on 2. സോ തന്ന ഫംഗ്ഷൻ 1 1 ആയി, തന്ന ഫംഗ്ഷൻ on 2 ആയി. therefore the function is എന്താണ്? ബൈജക്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു A+ ബൂസ്റ്റർ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യാം? കുറച്ചുകൂടി ഹൈ ലെവല് ഹൈ എൻഡ് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.